ഗൗരിയമ്മയ്ക്കെതിരായ മോശം പരാമർശത്തിൽ PC ജോർജിന് നിയമസഭയുടെ താക്കീത്. മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം സഭ ശബ്ദ വോട്ടോടെ പാസാക്കി. നടപ്പാക്കിയത് 2013 എത്തിക്സ് കമ്മിറ്റിയുടെ തീരുമാനമെന്നും ഇതിലെ രാഷ്ട്രീയം ജനങ്ങൾ മനസ്സിലാക്കട്ടെ എന്നും PC ജോർജ്. പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയുടെ ശുപാർശകൾ ഐക്യകണ്ഠേന അംഗീകരിച്ചുകൊണ്ടാണ് PC ജോർജിനെ താക്കീത് ചെയ്യാൻ നിയമസഭ തീരുമാനിച്ചത്. സമിതിയുടെ ശുപാർശകൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവതരിപ്പിച്ച പ്രമേയം ചർച്ച കൂടാതെ ശബ്ദ വോട്ടോടെ സഭ അംഗീകരിച്ചു. PC ജോർജിന്റെ പരാമർശങ്ങൾ ന്യായീകരിക്കാനാവുന്നതല്ലെന്നും ഇത്തരം പരാമർശങ്ങൾ ആവർത്തിക്കരുതെന്നും സ്പീക്കർ N ശക്തൻ താക്കീത് ചെയ്തു. ബഹുമാന്യമായ പദവിക്ക് കോട്ടം തട്ടുന്ന രീതിയിലുള്ള പെരുമാറ്റം ഭാവിയിൽ ആവർത്തിക്കാതിരിക്കുവാൻ ശ്രീ PC ജോർജിനെ താക്കീത് ചെയ്യുന്നു. നിയമസഭയുടെ തീരുമാനം ആദരവോടെ അംഗീകരിക്കുന്നുവെന്നായിരുന്നു PC ജോർജിന്റെ നിയമസഭയിലെ ആദ്യ പ്രതികരണം. താൻ വീട്ടിലിരുന്ന് നടത്തിയ സൗഹൃദ സംഭാഷണം താൻ അറിയാതെ ഒരു മാധ്യമം റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടതാണ്. ഇതിൽ തനിക്ക് വേദനയുണ്ട്. തനിക്കെതിരെയുള്ള നടപടിയിലൂടെ ആരാണ് അപഹാസ്യരാകുന്നതെന്ന് ജനം തീരുമാനിക്കട്ടെയെന്നും തീരുമാനം ശരിയല്ലെങ്കിലും അംഗീകരിക്കുന്നുവെന്നും PC ജോർജ് പിന്നീട് പറഞ്ഞു. ഞാൻ വളരെ ആദരവോടുകൂടി സ്വീകരിക്കുക. കാരണം ബഹുമാനപ്പെട്ട സ്പീക്കർ, മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ എത്തിക്സ് കമ്മിറ്റിയുടെ തീരുമാനം ഒരു വിധത്തിലും നിയമത്തിൻ്റെ മുമ്പിൽ ഞാൻ കുറ്റക്കാരല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഗൗരിയമ്മ പറഞ്ഞ പച്ച നുണയായിരുന്നു, കളവാണ്. ഞാൻ അതിൽ പറഞ്ഞ ആകപ്പാടെ പറഞ്ഞു എന്താ, ഞാൻ അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. ശരിയാണ്, ഞാൻ കള്ളത്തിനൊന്നും പറയാൻ തയ്യാറില്ല. പക്ഷേ എൻ്റെ പെരയ്ക്കകത്താണ്. അതിന് നിയമസഭാ കമ്മിറ്റിക്ക് എന്താ കാര്യം വേണമെങ്കിൽ എനിക്ക് ചോദിക്കാം, പക്ഷേ ഞാൻ ചോദിക്കുകയല്ല. തൻ്റെ സംസാര ശൈലി മാറ്റില്ലെന്നും PC ജോർജ് ആവർത്തിച്ചു. 2013 TV തോമസ്, KR ഗൗരിയമ്മ, R ബാലകൃഷ്ണപിള്ള, KB ഗണേഷ് കുമാർ എന്നിവർക്കെതിരെ PC ജോർജ് നടത്തിയ പരാമർശങ്ങളാണ് നിയമസഭയുടെ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി പരിശോധിച്ചത്. അസഭ്യവാക്കുകൾ ചൊരിഞ്ഞ് കടുത്ത ഭാഷയിൽ PC ജോർജ് നടത്തിയ പരാമർശങ്ങൾ പെരുമാറ്റച്ചട്ടലംഘനമാണെന്ന് കാണിച്ച് കോടിയേരി ബാലകൃഷ്ണൻ നൽകിയ നോട്ടീസ് അനുസരിച്ചാണ് K മുരളീധരൻ അധ്യക്ഷനായ സമിതി വിഷയം പരിഗണിച്ചത്. സമിതിക്ക് മുന്നിൽ PC ജോർജ് നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്ന നിഗമനത്തിലെന്നെ തുടർന്നാണ് PC ജോർജിനെ താക്കീത് ചെയ്യാൻ സമിതി ശുപാർശ ചെയ്തത്. 1999 രൂപീകരിച്ച പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ആദ്യമായാണ് ഒരു നിയമസഭാംഗം നടപടിക്ക് വിധേയനാവുന്നത്. നിയമസഭയിൽ നിന്നും ജിതിൻ ചന്ദ്രൻ. ചർച്ചയിലേക്ക് വരാം. ഗൗരിയമ്മയെ അധിക്ഷേപിച്ച PC ജോർജിന് നിയമസഭയുടെ ഈ താക്കീത് മതിയോ? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഗവൺമെൻറ് മുൻ ചീഫ് വിപ്പ് തന്നെയായ ശ്രീ PC ജോർജ്, മുതിർന്ന മാധ്യമപ്രവർത്തകരായ ശ്രീ SR ശക്തിധരൻ, ശ്രീ P രാജൻ, KPCC മാധ്യമ വിഭാഗം അംഗം അഡ്വക്കേറ്റ് BRM ഷഫീർ, കേരള കോൺഗ്രസ് സെക്യുലർ നേതാവ് അഡ്വക്കേറ്റ് M ഭാസ്കരപിള്ള എന്നിവരാണ്. ആദ്യം SR ശക്തിധരൻ, ദീർഘകാലം നിയമസഭ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയുടെ കമ്മിറ്റി രൂപം കൊണ്ടതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു നിയമസഭാ അംഗത്തിന് എതിരെ ഇത്തരമൊരു താക്കീതുണ്ടാകുന്നത്. ഈ നടപടിയെ ഒരു അനുഭവ സമ്പത്തുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? ഞാൻ ഏതാണ്ട് 24-25 വർഷത്തോളം നിയമസഭ നടപടികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു ലേഖകനാണ്. ഇത്തരത്തിലുള്ളൊരു സംഭവം നിയമസഭയ്ക്കകത്ത് ഇങ്ങനെ ഒരു നിയമസഭാ അംഗത്തെ താക്കീത് ചെയ്യുന്നൊരു സംഭവം എൻ്റെ അറിവിലുണ്ടായിട്ടില്ല. പലരെയും പ്രിവിലേജ് കമ്മിറ്റിയുടെ മുമ്പിൽ വിളിപ്പിക്കുകയും പലപ്പോഴും തെളിവെടുക്കുകയും കാര്യങ്ങളൊക്കെ പലതും നടന്നിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു മറ്റേ നടപടിക്രമത്തിൻ്റെ ഭാഗമായി ഒരു നിയമസഭാ അംഗത്തെ താക്കീത് ചെയ്യുന്നൊരു സംഭവം ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഇന്ന് നിയമസഭയിൽ പലരും ചൂണ്ടിക്കാണിച്ചതുപോലെയും ഇതൊരാദ്യ സംഭവമാണ്. ഇത് തികച്ചും ദൗർഭാഗ്യകരമായൊരു കാര്യമായിരുന്നു. ഇത് അന്നുണ്ടായ കാലത്ത് തന്നെ ഇത് സംബന്ധിച്ചുള്ള വാദങ്ങളും അതുപോലെ തന്നെ അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ വന്നപ്പോൾ അതിന് ശരിയും തെറ്റും ചികഞ്ഞു നോക്കിയിട്ട് PC ജോർജിന് തന്നെ ഒരു നിഗമനത്തിൽ അല്ലെങ്കിൽ ഒരു തീരുമാനത്തിൽ ഒരു തിരുത്തലിന് വിധേയനാകാൻ കഴിയുമായിരുന്ന ഒരു സംഭവമാണ് ഇത്രയും വലിയൊരു വിഷയമായി നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിക്കുകയും അതുപോലെ തന്നെ വളരെ നമ്മുടെ കേരള സമൂഹം അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരു ഒന്നോ രണ്ടോ വ്യക്തിത്വങ്ങൾക്കെതിരായിട്ട് PC ജോർജിനെ പോലെ ഇത്രയും അനുഭവജ്ഞാനമുള്ള ഒരു നിയമസഭാ അംഗം, അതും അദ്ദേഹം നിയമസഭയിൽ ഉണ്ടായിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന ഗൗരിയമ്മയെ പോലുള്ള ഒരാളെ അപമാനകരമായ രീതിയിൽ കാര്യങ്ങൾ നിർവഹിച്ചത് ശരിയായില്ല. നിലപാട് വളരെ വ്യക്തമാണ്. കേരള കോൺഗ്രസ് സെക്യുലർ നേതാവ് അഡ്വക്കേറ്റ് M ഭാസ്കരപിള്ള ആലപ്പുഴ സ്റ്റുഡിയോയിലുണ്ട്. KR ഗൗരിയമ്മയെ പോലെയുള്ള ഒരു സമുന്നത
രാഷ്ട്രീയ വ്യക്തിത്വത്തെ, രാഷ്ട്രീയ കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തെ, അതുപോലെ തന്നെ TV തോമസിനെ പോലെയുള്ള ഒരു പരിണത പ്രജ്ഞനായിരുന്ന രാഷ്ട്രീയ നേതാവിനെ അധിക്ഷേപിക്കുന്ന, അത് സ്വകാര്യ സംഭാഷണത്തിലാകട്ടെ പൊതുമധ്യത്തിലാകട്ടെ അധിക്ഷേപിച്ച ഒരു നടപടി, ആ നടപടിക്കെതിരെയാണ് ഈ നിലപാട് ഇപ്പോൾ നിയമസഭ കൈക്കൊണ്ടിരിക്കുന്നത്. താങ്കളുടെ നേതാവെന്ന നിലയിൽ PC ജോർജിനെതിരെയുള്ള ഈ നടപടിയെ പ്രാഥമികമായി താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? PC ജോർജിനെതിരെയുള്ള ഈ നടപടി ശരിയാണെന്ന തോന്നൽ എനിക്കില്ല. അതിന് പ്രധാനമായും എനിക്ക് പറയാനുള്ള കാരണങ്ങൾ, ഒന്ന്, ഈ PC ജോർജ് ഗൗരിയമ്മയെ ആക്ഷേപിച്ചു എന്നാണ് പറയുന്നത്. ഗൗരിയമ്മയെ അത്രയും രീതിയിൽ ആക്ഷേപിച്ചോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അതിനേക്കാൾ ഉപരി KR ഗൗരിയമ്മ ആ സമയത്ത് നിയമസഭാ അംഗമല്ല, ഒന്ന്. രണ്ടാമത് നിയമസഭയിൽ വെച്ച് PC ജോർജ് പറഞ്ഞ കാര്യവുമല്ല. ഭാസ്കരപിള്ള, താങ്കൾ പറയുന്നത് സാങ്കേതികമായി ശരിയാണ്. പക്ഷേ ഗൗരിയമ്മയെയും TV തോമസിനെയും നമ്മൾ കേവലമായ സാങ്കേതികത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണോ കാണേണ്ടത് എന്നൊരു വിഷയം. അതുകൊണ്ടാണല്ലോ നിയമസഭ ഒറ്റക്കെട്ടായി ഈ പ്രമേയം പാസ്സാക്കുകയും ഈ നടപടിയെ സ്വാഗതം ചെയ്യുകയും ചെയ്തത്. മാത്രവുമല്ല, ഇടതുപക്ഷ അംഗങ്ങൾ ശ്രീ ജി സുധാകരൻ, അതുപോലെ ശ്രീ സാജു പോൾ, അതുപോലെ മാത്യു ടി തോമസ് എന്നിവർ അദ്ദേഹത്തെ ഒരു നിയമസഭാ കാലത്തേക്ക് സസ്പെൻഡ് ചെയ്ത് നിർത്തണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചത്.